വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂത് എന്നുള്ളതാണ്. അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചു, ചിന്തിച്ചു, ധ്യാനിച്ചു. ഇതെല്ലാം നാം പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഓർക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ആസിയയിലെ 7 സഭകൾ, ഏഷ്യാമിലുള്ള 7 സഭകൾ, ആ സഭകൾക്കുള്ള ദൂത് എക്കാലത്തുമുള്ള എല്ലാ വിശ്വാസികൾക്കും പ്രസക്തമാണ്, റെലവൻ്റാണ്. എല്ലാ വിശ്വാസികൾക്കും അത് ബാധകമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഇതെല്ലാം ഓരോ തരത്തിൽ നമുക്ക് നമ്മുടെ അനുഭവത്തോട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒടുവിലത്തെ 7ാമത്തെ സഭ, ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകളാണ് നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ദൂതിൽ നാം വ്യക്തമായി കാണുന്നു നഷ്ടങ്ങളുടെ കാര്യമാണ് കാണുന്നത്. ആ സഭയ്ക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു പോയി. നഷ്ടങ്ങൾ ഒന്ന്, ആ സഭയ്ക്ക് വന്ന ഏറ്റവും ഗൗരവമായ നഷ്ടം, ദേ ഹാഡ് ലോസ്റ്റ് ദർ വിഗർ. അവരുടെ വിഗർ, അവരുടെ ശക്തി നഷ്ടപ്പെട്ടു. ദേ ഹാഡ് ലോസ്റ്റ് ദർ വിഗർ. ഇന്ന് ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലർക്കും പറ്റിയിരിക്കുന്ന ഒരു അപകടം, വിഗർ നഷ്ടപ്പെട്ടിരിക്കുന്നു, ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു, ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു സമയത്തുണ്ടായിരുന്നു നല്ല ശക്തി, പ്രാർത്ഥനയിൽ ശക്തി ഉണ്ടായിരുന്നു, സാക്ഷ്യത്തിന് ശക്തി ഉണ്ടായിരുന്നു, ശുശ്രൂഷകൾക്ക് ശക്തി ഉണ്ടായിരുന്നു, നമ്മുടെ ഓരോ വാക്കിനും ശക്തി ഉണ്ടായിരുന്നു, ഓരോ വാക്കിനും കരുത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ അവസ്ഥ ലവോദിക്ക സഭയുടെ അവസ്ഥയാണ് മന്ദോഷണാവസ്ഥ. തീരെ ശക്തി കുറഞ്ഞു പോയി, നിർജീവമായില്ല, മരിച്ചുപോയില്ല, പക്ഷേ ശക്തി കുറഞ്ഞു പോയി. തീരെ ശക്തി കുറഞ്ഞുപോയി, ഒട്ടുമില്ല എന്ന് പറയാൻ വയ്യ, കുറച്ചുണ്ട്. മന്ദോഷണാവസ്ഥ, ശീതോഷ്ണാവസ്ഥ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഊണുകളയും. നീ ശീതോഷ്ണവനാകയാൽ, നീ മന്ദോഷ്ണം ഉള്ളവനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. ഇതാണ് കർത്താവ് പറയുന്നത്. ഗൗരവമുള്ള കാര്യമാണത്, വളരെ ഗൗരവമേറിയ കാര്യം. ദേ ഹാഡ് ലോസ്റ്റ് ദർ വിഗർ. അവരുടെ ശക്തി നഷ്ടപ്പെട്ടു.
നാം ഇത് വെറുതെ കേട്ടുപോകരുത്. ഇത് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണ് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമയത്തുണ്ടായിരുന്ന ശക്തിയുണ്ടോ ഇന്ന്? ഒരു ധൈര്യം, പ്രാഗൽഭ്യം അതിന്നുണ്ടോ? ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്ന കർത്താവിൻ്റെ സാന്നിധ്യബോധം ഇന്നുണ്ടോ? എല്ലാം കർത്താവ് കാണുന്നു, കർത്താവ് എന്നെ അറിയുന്നു, കർത്താവ് എൻ്റെ പ്രയാസങ്ങൾ കാണുന്നു, എൻ്റെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരുന്നു, എൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. സോ ക്ലോസ് ടു മീ, എന്നോട് എത്രയും അടുത്ത് കർത്താവ് നിൽക്കുന്നു. ആ ഒരു ബോധ്യം നോക്കുന്നുണ്ടോ? അത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്ന്. കർത്താവിനുള്ളതായി നമ്മുടെ ഇൻറ്റിമസി എങ്ങനെയുണ്ട്? നമ്മുടെ അടുപ്പം എങ്ങനെയുണ്ട്? കർത്താവിനുള്ളതായി നമ്മുടെ ആ ബന്ധം എത്രമാത്രം സുദൃഢമാണ്? ഇതെല്ലാം ചിന്തിക്കണം. നാം വെറുതെ കേട്ടുപോയാൽ പോരാ, ചിന്തിക്കണം. ഇത് ലവോദിക്ക സഭയ്ക്ക് അവിടെ ശക്തി നഷ്ടപ്പെട്ടു, ശരി. പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ എൻ്റെ സ്ഥിതി എന്താണ്? എനിക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ശക്തി ഇന്നുണ്ടോ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കരയുകയും ഏങ്ങടിക്കുകയും ചെയ്യുന്ന അനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുമ്പോൾ വലിയൊരു ശക്തമായ തീജ്വാല ഉള്ളിൽ നിന്ന് പൊങ്ങുന്നത് പോലത്തെ അനുഭവം, വലിയൊരു ഇടിമിന്നൽ പോലെ ദൈവത്തിൻ്റെ സ്നേഹനിലയ്ക്ക് ഇടിച്ചിറങ്ങുന്ന അനുഭവം, ഇതൊക്കെ കിട്ടിയിരുന്ന കാലങ്ങളിലുണ്ടല്ലോ നിങ്ങൾ പലർക്കും. എല്ലാവർക്കും അല്ലായിരിക്കും, പലർക്കും ഉണ്ടായിരുന്നല്ലോ. അതിന്നുണ്ടോ? ചിന്തിച്ച് നോക്കുക. വികർ നഷ്ടപ്പെടാനിടവരരുത്, ഒരിക്കലും നഷ്ടപ്പെടരുത്. വികർ നഷ്ടപ്പെടരുത്, നമ്മുടെ ശക്തി നഷ്ടപ്പെടരുത്. വികർ എന്നുള്ളതിന് ശക്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചൈതന്യം എന്ന് പറഞ്ഞാലും പോരാ. വികർ, നമ്മുടെ കരുത്ത് നഷ്ടപ്പെടുന്നുണ്ടോ? ആന്തരികമായ ശക്തി നമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാണ് പോയതെന്ന് കണ്ടുപിടിക്കണം. എവിടെ പോയി? എവിടെയാണ് ഈ കരുത്ത് നഷ്ടപ്പെട്ടത്? എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടത് എവിടെയാണ്? എൻ്റെ ആന്തരികമായ ക്രിസ്തുവിനോടുള്ളതായ ബന്ധം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ്? വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും കർത്താവ്, കൃത്യമായിട്ട് കാണിച്ചു തരും. നമുക്ക് വാസ്തവമായ ബോധ്യത്തോടുകൂടി ആത്മാർത്ഥമായി നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അന്വേഷിച്ചാൽ കർത്താവ് കാണിച്ചു തരും. എൻ്റെ വികർ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഒരു പ്രത്യേക കാര്യത്തിലായിരിക്കും നമ്മുടെ വികർ നഷ്ടപ്പെട്ടത്. അത് പക്ഷേ പിശാച് മറച്ചു പിടിക്കും. എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടത് അത് എവിടെയാണെന്നുള്ളത് പിശാച് മറച്ചു പിടിക്കാൻ ശ്രമിക്കും. അവനത് ഒളിച്ചു വയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്, ഏത് പോയിന്റിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത്, ഏത് ജംഗ്ഷനിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത്? നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ കരുത്തും ശക്തിയും പ്രഭാപൂരവും നഷ്ടപ്പെട്ടത് എവിടെയാണ് എന്ന് നാം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് പിടികിട്ടും. തീർച്ചയായിട്ടും പിടികിട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആത്മീയ ജീവിതത്തിൽ വചനശുശ്രൂഷകളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അതെല്ലാം മുഴുകി കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നറിയില്ല. അതൊരു വലിയ കെണിയാണത്. ഞാൻ വചനം പറയുന്നു, ഞാൻ സാക്ഷ്യം പറയുന്നു, ഞാൻ പാട്ട് പാടുന്നു, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നാം പങ്കെടുക്കുന്നു, നാം ഓരോരുത്തരും. അപ്പോൾ നഷ്ടപ്പെടുന്നത് നാം അറിയില്ല. നഷ്ടപ്പെട്ടത് അറിയുന്നതിന് വലിയൊരു മഹാഭാഗ്യമാണ്. എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് മഹാഭാഗ്യമാണ്. നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് റിട്രീറ്റ് ചെയ്യണം. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം, പിന്നിലേക്ക് തിരിഞ്ഞു നടക്കണം. റിട്രീറ്റ്. യുദ്ധസമയങ്ങളിൽ യുദ്ധം ചെയ്യുന്ന സൈന്യം ഇടയ്ക്ക് റിട്രീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പുറകോട്ട് മാറി പാളയങ്ങളിൽ കൂടി അവർ ശക്തി സംഭരിക്കും. ശക്തി സംഭരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കും ആത്മീയ ജീവിതത്തിൽ ശക്തി സംഭരിക്കണം. ആ ശക്തി സംഭരിക്കുന്നത് അതിന് വേറെ ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥന മാത്രം. പ്രാർത്ഥനയിൽ കൂടി ശക്തി നമുക്ക് സംഭരിക്കാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിൽ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് എൻ്റെ വീഴ്ച എവിടെയാണ്, എനിക്ക് മുമ്പുണ്ടായിരുന്ന ആ ചൈതന്യം ഇപ്പോഴുണ്ടോ, എവിടെയെങ്കിലും എനിക്ക് കേട് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. അത് ആ ദാഹത്തോട് നോക്കുന്നവർക്ക് അത് കിട്ടുകയും ചെയ്യും. ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വിഗർ. ലവോദിക്ക സഭയ്ക്ക് വിഗർ നഷ്ടപ്പെട്ടു പോയി. വിഗർ നഷ്ടപ്പെട്ടത് എവിടെയാണ്? നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. നീ ശീതോഷ്ണവാനായി പോയി. നീ കൂട്ടായ്മയെല്ലാം വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ വചനം പറയുന്നുണ്ട്, നീ യോഗങ്ങൾക്ക് പോകുന്നുണ്ട്, യോഗങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്, വചന ശുശ്രൂഷകൾക്ക് താല്പര്യമുണ്ട്, അതൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ആ തീക്ഷ്ണത, ആഴങ്ങളിലുള്ളതായ തീക്ഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് നോക്കണം. ശീതോഷ്ണവാനായി ആകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണുകളയും, തുപ്പിക്കളയും. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും.
ദേ ഹാഡ് ലോസ്റ്റ് ദർ വിഗർ. രണ്ടാമത്തെ കാര്യം, ദേ ഹാഡ് ലോസ്റ്റ് ദർ വാല്യൂസ്. അവരുടെ ആന്തരികമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി. നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടൊരു മൂല്യം, ആത്മീയ മൂല്യം. ആത്മീയ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയമായ വില അത് കുറഞ്ഞുപോയി. ആത്മീയമായ വില ഇടിഞ്ഞു പോയി. ഒരു മുമ്പ് നമുക്ക് ആത്മീയമായ വിലയുണ്ടായിരുന്നു. നമ്മുടെ ഓരോ വാക്കിനും കനമുണ്ടായിരുന്നു, ഓരോ വാക്കിനും കരുത്തുണ്ടായിരുന്നു. എന്നാൽ ഈ ആത്മീയമായ മൂല്യങ്ങൾ ഇടിഞ്ഞു പോകുക വളരെ സങ്കടകരമായ കാര്യമാണ്. ആത്മീയ മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങൾ, നിങ്ങളുടെ മോറൽ വാല്യൂസ്, നിങ്ങളുടെ സാൻമാർഗിക മൂല്യങ്ങൾ, ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ആരും അറിയുന്നില്ല. ഒരു സമയത്ത് ഒന്ന് ബസ്സിൽ കയറി പോകുമ്പോൾ അറിയാതെ എങ്ങാൻ അവിടെ വലിയ തിരക്കേറിയ ബസ്സിൽ നിങ്ങൾ അറിയാതെ എങ്ങാനും ഒരു സ്ത്രീയുടെ ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞെട്ടലായിരുന്നു. അയ്യോ എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റുപറ്റിയോ? ഇന്ന് ഒരു നിസ്സാര കാര്യം, അതൊന്നും ചിന്താ വിഷയമല്ല. ഒരു സമയത്ത് ഒരല്പം കോപം വന്നാൽ പിന്നെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. ഇല്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു കാലത്ത് ഒരു അല്പം കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയിൽ പിന്നെ അത് മാറുന്നവരെയും പിന്നെ പ്രാർത്ഥനയാണ്. കർത്താവേ, എനിക്ക് നീരസം വന്നു പോയല്ലോ. പുറമെ കോപിച്ച് വർത്താനം പറഞ്ഞില്ല, പക്ഷേ എങ്കിലും കർത്താവേ, നീരസം വന്നു പോയല്ലോ. അയ്യോ, എനിക്ക് ഉള്ളിൽ ഒരു പരിശുദ്ധ തോന്നിപ്പോയല്ലോ. ഹൃദയത്തിലൊരു അല്പം ഒരു അകൽച്ച വന്നു പോയല്ലോ. പിന്നെ അത് മാറുന്നവരെയും ഇരുന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാല്യൂസ് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. വാല്യൂസ് നഷ്ടപ്പെട്ടു. ഒരു സമയത്തുണ്ടായിരുന്ന ആ പാപബോധം, പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം അത് നിലച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ദേ ഹാഡ് ലോസ്റ്റ് ദർ വാല്യൂസ്. അത് വാല്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. സാൻമാർഗിക മൂല്യങ്ങൾ, നല്ല സാൻമാർഗികമായ നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ചിന്തകൾ, കാട് കയറി പോകുന്ന ചിന്തകൾ, അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ സാൻമാർഗിക മൂല്യങ്ങളുണ്ടോ എന്ന് നോക്കണം. സാൻമാർഗിക മൂല്യം നഷ്ടപ്പെട്ടു. ചിന്തകൾക്ക് കടിഞ്ഞാണില്ല. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല. ചിന്ത ഏതുതരം അശുദ്ധ ചിന്തകൾ വരാൻ തുടങ്ങിയാൽ ഉടനെ അയ്യോ എൻ്റെ കർത്താവേ എന്ന് വിളിക്കും. ആ ചിന്തകൾ മാറിപ്പോകും. ഏതെങ്കിലും തിന്മയുടെ ചിന്തകൾ, വൈരാഗ്യത്തിൻ്റെ ചിന്തകൾ, പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ ചിന്തകൾ, മുൻവിധികൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത് തുടങ്ങുമ്പോഴേ തന്നെ അറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അത് ദൈവസന്നിധിയിൽ കരഞ്ഞിരുന്നു. യോ, ഇത് മാറാതെ എനിക്ക് രക്ഷയില്ലല്ലോ. പിന്നെ ദൈവസന്നിധിയിൽ കരച്ചിലാണ്. നിങ്ങൾ ചിന്തിക്കൂ, അങ്ങനെ ഈ കണ്ണിൽ എണ്ണ ഒഴിച്ചെന്ന് പറയുന്നത് പോലെ നിരന്തരം ജാഗരണത്തോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കുകയുള്ളൂ, ആത്മീയമായി നിലനിൽക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പേരിനുള്ള നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അധികം പേരും വേദപുസ്തകം വായിക്കും. ശരി, ജോലിക്ക് പോയി, പിന്നെ പ്രാർത്ഥിച്ചത് എന്താണ്, ഞാൻ കർത്താവിനോട് പറഞ്ഞ വാക്കെന്താണ് ഒക്കെ മറന്നുപോയി. പിന്നെ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെട്ടു, പല കാര്യങ്ങളിൽ ഇടപെട്ട് അതെല്ലാം കഴിഞ്ഞ് നാം ആത്മീയമായ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നാം വൈകുന്നേരം വരുന്നു. ചടങ്ങിനുള്ള പ്രാർത്ഥന, ചടങ്ങിനുള്ള കൂട്ടായ്മ, ചടങ്ങിനുള്ളതായ പ്രസംഗം എല്ലാം ഉണ്ട്. ചടങ്ങിനെല്ലാം നടക്കും. ഒരു സമയത്ത് ചടങ്ങുകളിലായിരുന്നു, അന്ന് ചൈതന്യവത്തായിരുന്നു, നല്ല ഊർജ്ജസ്വലതയുള്ളതായ ആത്മീയ ജീവിതമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട പലതും നമുക്കുണ്ടായിരുന്നു. അത് ഈ നഷ്ടപ്പെട്ടു പോയി. ഈ മോറൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. ദേ ഹാഡ് ലോസ്റ്റ് ദർ വാല്യൂസ്. മോറൽ വാല്യൂസ്, സാൻമാർഗികമായ മൂല്യങ്ങൾ. നമ്മുടെ അസത്യം എല്ലാം വന്നു പോയാൽ പിന്നെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. ഓർക്കുന്നോ? ഒരസത്യം വന്നു പോയാൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ മുഖത്തോടെ. ഇന്ന് പിന്നെ അതൊന്നും ഇത്ര കാര്യമല്ല. അത് മനുഷ്യ സഹജമായിട്ടൊക്കെ വരും. അസാരമല്ല, ബലഹീനതയല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം തള്ളിക്കളയുന്നു. ഒരു ചെറിയ നുണ വന്നാൽ മതി, സ്വസ്ഥത പോകുമായിരുന്നു. പുറത്ത് നോക്കൂ, അങ്ങനെയുള്ള കാലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നവർ കുറേ പേരെങ്കിലും ഇത് കേൾക്കുന്നില്ലേ? ഒരു നുണ പറയാൻ സാധിക്കുകയില്ല, അസത്യമായിട്ടൊരു വാക്ക് പറയാൻ പറ്റുകയില്ല. ഒരാൾ രൂപ കടം ചോദിക്കുമ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ പണ്ടത്തെ രീതിയിലാണെങ്കിൽ പറയും, അയ്യോ എൻ്റെ കയ്യിൽ രൂപയില്ല. ശരിയാ, കയ്യിൽ രൂപയില്ല, എൻ്റെ കയ്യിൽ രൂപയില്ല. നാം തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ നോക്കും. എന്നാൽ അത് നുണയാണ്. നേരെ മറിച്ച് പറയാം, രൂപയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരാവുന്ന സാഹചര്യത്തിലല്ല ഇപ്പോൾ ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. രൂപയുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ സാഹചര്യം അതല്ല, നിങ്ങൾക്ക് തരാവുന്ന സാഹചര്യത്തിലല്ല. ഒരു ചെറിയ വഴക്കേ ഉള്ളൂ. എന്നിട്ട് കൊടുത്തിട്ട് തരാതിരിക്കുമ്പോഴാണ് വഴക്ക് കൂടുന്നത്. നിങ്ങൾ രൂപ കൊടുത്തു, തിരിച്ചു കിട്ടുന്നില്ല, പറഞ്ഞ സമയത്തൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉതകുന്നില്ല, അപ്പോഴാണ് പിന്നെ വഴക്ക് കൂടുന്നത്. ഇന്ന് അനേകം പേരും വഴക്ക് ഉണ്ടാക്കാൻ കാരണം അവർ
കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് കൊടുത്തയാളല്ല, വാങ്ങിയയാൾക്ക് കൊടുത്തയാളോട് വഴക്ക്. നോക്കൂ എന്തുമാത്രം തിരിഞ്ഞു പോയി കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസത്യം ഒരിക്കലും വരികയില്ല എന്ന് വാക്ക് പറഞ്ഞവരാണ് നമ്മിൽ പലരും. അസത്യത്തിൻ്റെ കണിക പോലും വരില്ല, നല്ല ഉറപ്പായിരുന്നു നമുക്ക്. എന്നാൽ ആ സത്യത്തിൻ്റെ വാല്യൂസ്, സത്യത്തിൻ്റെ മൂല്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിക്കാം. ചിലപ്പോൾ മിന്നൽ പോലെ ചില ചിന്തകൾ വരുന്നു, മിന്നൽ പോലെ. അവിടെ ഒരു കാലത്ത് ഒട്ടും ഭയപ്പെടാതെ, മിന്നൽപ്പിണർ പോലെ വരുന്ന ചിന്തകൾ കണ്ട് പേടിക്കാതെ ഉടനെ എൻ്റെ യേശുവേ എന്ന് വിളിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു. ചിന്തകൾ തീരെ മാഞ്ഞു പോകുന്നു. ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, നമുക്കാർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല. പക്ഷേ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ നാം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിന്തകളൊന്നും വരാതായി, അശുദ്ധമായ ചിന്തകളൊന്നും വരാതായി. അങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിച്ചവർ ഇന്ന് ചിന്തകളുടെ നൂലാമാലകൾ പെട്ട് കുരുങ്ങി കിടക്കുകയാണ്. പലതരം ചിന്തകൾ, ആകുല ചിന്തകൾ, ഭാരചിന്തകൾ, വറീസ് ആൻഡ് കെയേഴ്സ്, പലതരത്തിലുള്ളതായ ആകുല ചിന്തകളെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടന്ന് പിണഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ചില കയറുകൊണ്ട് മുറിക്കുന്നത് പോലെ, ചങ്ങല കൊണ്ട് മുറുക്കുന്നത് പോലെ, വലിഞ്ഞു മുറുക്കുന്നത് പോലെ ചിന്തകൾ നമ്മെ മുറുക്കി നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ, നിങ്ങൾ വിശ്വസിക്കൂ, ചിന്തകളുടെ മേൽ ജയമുള്ള ഒരു അനുഗ്രഹകരമായ ഒരു അനുഭവമുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ ചിലരെല്ലാം അനുഭവിച്ചിരുന്നു ഇല്ലേ? അനുഭവിച്ചിരുന്നു. ഒരു ചിന്തയും വരില്ല, ഒരു കോപവും വരുന്നില്ല, ഒരു നീരസവും വരുന്നില്ല, ഒരു അസ്വസ്ഥ വികാരങ്ങളും വരുന്നില്ല, ഒന്നുമില്ല. ഒന്നും തൊടാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? പ്രത്യേകിച്ചും ആത്മീയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പിച്ചവെച്ച് തുടങ്ങിയ കാലങ്ങൾ, ആ ആദ്യത്തെ കാലങ്ങൾ എന്തൊരു ശക്തിയായിരുന്നു അന്ന്, എന്തൊരു സമാധാനമായിരുന്നു അന്ന്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർക്കുന്നു അന്ന് ഈ നമ്മുടെ കൂട്ടായ്മ തുടങ്ങിയ ആ കാലം 1973 ആ കാലങ്ങളിൽ ഞങ്ങളുടെ ഇടവപ്പള്ളി വലമ്പൂർ പള്ളിയിൽ സുവിശേഷയോഗം നടക്കും. എല്ലാ രണ്ടാം ശനിയാഴ്ച സുവിശേഷയോഗം നടക്കുമ്പോൾ അന്ന് പള്ളിയിലേക്ക് പോകുന്ന ഞാൻ ഈ കുരിശിൻ്റെ ഭാഗം കഴിയുമ്പോഴേക്കും ചെറിയ ശബ്ദം കേട്ടു തുടങ്ങും, പാട്ടിൻ്റെയൊക്കെ ശബ്ദം കേട്ടു തുടങ്ങും. ഞാൻ എൻ്റെ ഈ ഭൂമിയിലല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഞാനങ്ങ് പറന്നു പോകും പോലെയായിരുന്നു. സ്കൂട്ടർ ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് ഞാൻ അതിവേഗം ഓടി പള്ളിയകത്ത് നിന്ന് ഞാനും കൂടുന്നു ആ കൂട്ടത്തിൽ. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ശക്തിയായിരുന്നു അന്ന്, എന്തൊരു സമാധാനമായിരുന്നു അന്ന്. ഒരു കാര്യവും അലട്ടുന്നില്ല, ഒരു കാര്യവും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നില്ല, മനസ്സിനെ ആകുലപ്പെടുത്തുന്ന യാതൊരു വിഷയവും വരുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ട്, വേണമെങ്കിൽ കിട്ടും, നിങ്ങൾ ആഗ്രഹിച്ചാൽ. ഒരു കാര്യം അലട്ടണമെന്നെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടല്ലോ. എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എന്തുമാത്രം പ്രയാസങ്ങൾ, അതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ തൊടുന്നില്ല. കുഞ്ഞിന് രോഗം വന്നാലും ശരി, ഭാര്യയ്ക്ക് അസുഖം വന്നാലും ശരി, ഭർത്താവിന് അത്യന്തം പ്രയാസകരമായ പണത്തിൻ്റെ കെടുതി വന്ന് കടത്തിൽ മുങ്ങി വലയുകയാണെങ്കിൽ ശരി, അതൊന്നും തൊടാത്ത രീതിയിൽ മനസ്സ് ശാന്തമായി ഇരുന്നൊരു കാലം. വാല്യൂസ് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, വിലമതിക്കാൻ സഭയുടെ കാര്യം കേൾക്കുന്നു, പക്ഷേ എൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തീക്ഷ്ണത എത്രമാത്രമുണ്ട്? ഒരു കറ പണിയരുത് എന്നുള്ള നിർബന്ധം എത്രമാത്രമുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, അന്ന് രാവിലെ ആഹാരം കഴിക്കില്ല. കോളേജിൽ ഞാൻ പിള്ളേർ എന്തെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും അടുത്ത് വരുമ്പോൾ അവർ വല്ല ചോക്ലേറ്റൊക്കെ തരും. ഞാൻ ചോക്ലേറ്റ് തിന്നില്ല, കാരണം ഉപവാസമാണ്. അത്ര ചെറിയ കാര്യത്തിൽ പോലും നിഷ്ഠയായിരുന്നു, നിർബന്ധമായിരുന്നു, വളരെ നിർബന്ധമായിട്ട്. ഈ ഉപവാസം എന്ന് പറയുന്നതിൻ്റെ ശരിയായ അളവിൽ അത് അനുഭവിച്ചിരുന്നു. ക്ലാസ്സിൽ പോകുമ്പോഴും ക്ലാസ്സിൽ തിരിച്ചു പോരുമ്പോഴെല്ലാം ഉള്ളിൽ ഈ തീയാണ്, ഉള്ളിൽ ഒരു വലിയൊരു ശക്തിയാണ്. ക്ലാസ് എടുക്കുന്നതൊക്കെ ഞാൻ ഭൗതികമായ കാര്യങ്ങളാണല്ലോ, പക്ഷേ അത് ഒന്നും ഞാൻ ആത്മീയമൊന്നും ക്ലാസ്സിൽ പറയാറുമില്ല. പക്ഷേ എനിക്കറിയാം, ക്ലാസ്സിലേക്ക് പോകുമ്പോഴും തിരിച്ചു പോരുമ്പോഴും എല്ലാം ഇങ്ങനെ ഒരു വലിയ ശക്തി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങിക്കൊണ്ടിരുന്നു. അന്നെല്ലാം പരിഹാസമൊക്കെ ഒരുപാട് ഏറ്റിരുന്നു. എന്തുമാത്രം പരിഹാസങ്ങൾ, എന്തുമാത്രം ആക്ഷേപങ്ങൾ. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പരിഹാസം അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചില്ല, ഒട്ടും ബാധിച്ചില്ല. കാരണം വേറൊരു ശക്തി എന്നെ വന്ന് പൊതിഞ്ഞിരിക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവർ, ഇങ്ങനൊരു അനുഭവം ഉണ്ട്. അങ്ങനെ അനുഭവം ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് വേണം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഈ ഭൂമിയിൽ ഒരാൾക്കെങ്കിലും അങ്ങനെ പൂർണ്ണമായും ഒരു വിടുതലിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ, എല്ലാറ്റിൽ നിന്നും വിടുതൽ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ആകുല ചിന്തകളിൽ നിന്നും, മത്സര മനോഭാവത്തിൽ നിന്നും, നീരസചിന്തകളിൽ നിന്നും, കോപഭാവത്തിൽ നിന്നും എല്ലാം വിടുതൽ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ എനിക്കത് കൂടിയേ കഴിയൂ. അത് നിങ്ങൾ നിർബന്ധമാക്കണം. എനിക്ക് ആ ഒരു ആധ്യാത്മികമായ അനുഭവം നമുക്ക് വേണം.
ഒന്ന്, ദേ ഹാഡ് ലോസ് ദർ വിഗർ. രണ്ട്, ദേ ഹാഡ് ലോസ് ദർ വാല്യൂസ്. മൂന്നാമത്തേത്, ദേ ഹാഡ് ലോസ് ദർ വിഷൻ. അവരുടെ ദർശനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ലോസ്റ്റ് ദർ വിഷൻ. 12 വാക്യം വായിക്കാം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വിഷൻ നഷ്ടപ്പെട്ടു. എങ്ങനെയാണ്? ഞാൻ ധനവാനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഇങ്ങനെ നീ പറഞ്ഞുകൊണ്ട് നീ ദരിദ്രനും അരിഷ്ടനും നഗ്നനും പിന്നെ കുരുടനും എന്ന് നീ അറിയാതിരിക്കുന്നു. നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് നീ അറിയാതിരിക്കുന്നു. വിഷൻ നഷ്ടപ്പെട്ടു. ശരിയായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. വിഷൻ നഷ്ടപ്പെട്ടു. വിഗർ നഷ്ടപ്പെട്ടു. വാല്യൂസ് നഷ്ടപ്പെട്ടു. വിഷൻ നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്ക്. എൻ്റെ വിഷൻ എങ്ങനെയുണ്ട്? എൻ്റെ ആത്മീയ വിഷൻ, ആത്മീയ ദർശനം, ആത്മീയമായ കാഴ്ചപ്പാട് എങ്ങനെയുണ്ട്? എൻ്റെ വിഷൻ കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് വരികയാണോ അതോ മങ്ങി വരികയാണോ? ആത്മീയമായ, നിങ്ങൾ മനസ്സിലാകുന്ന, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ആത്മീയമായ എൻ്റെ വീക്ഷണത്തിൽ കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് എനിക്ക് കിട്ടുകയാണോ അതോ ഞാൻ മങ്ങി വരികയാണോ? ചടങ്ങുകളുണ്ട്, ആചാരങ്ങളുണ്ട്. പള്ളിയിൽ പോകുന്നു, വിശുദ്ധ കുർബാന കാണുന്നു, കുർബാന കൊള്ളുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന കൊള്ളുന്നു, അതുപോലെ കാര്യങ്ങൾ പരിപാടികളുണ്ട്, എല്ലാം ചെയ്യുന്നു. ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു, ഇന്നുള്ള മനോഭാവം എന്താണ്? അത് നാം കാണണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറേയേറെ അനുഭവത്തോട് ചേർത്തായി പറയുന്നത്, എന്തുമാത്രം അന്ധവിശ്വാസങ്ങളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. അതെല്ലാം കടവഴങ്ങിപ്പോയില്ലേ? എല്ലാം വേരോടെ പറഞ്ഞു പോയില്ലേ? അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നൊരു കാലം. അന്ധവിശ്വാസങ്ങൾ എന്താ? ദൈവത്തിന് വചനം എന്താ പറയുന്നത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചത് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. വായിച്ചേ, എബ്രായ ലേഖനം 13 അധ്യായം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരുടെ വിശ്വാസം, പരിശുദ്ധന്മാരെ നമുക്ക് മാനമുണ്ട്, ബഹുമാനമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പരിശുദ്ധന്മാരോട് നാം പ്രാർത്ഥിക്കുന്നില്ല, പരിശുദ്ധന്മാരോട് നാം അപേക്ഷിക്കുന്നില്ല. എന്താണ് കാരണം? അവരും വാസ്തവത്തിൽ ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരാണ്. ആ ക്രിസ്തുവിനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ഇത് വിപ്ലവകരമായ ചിന്താഗതി അല്ലേ എന്ന് തോന്നും. പ്രിയപ്പെട്ടവരെ, വിപ്ലവമൊന്നുമല്ല, സത്യമാണ് ഈ പറയുന്നത്. അനേകം ആളുകൾ മയങ്ങിക്കിടക്കുകയാണ്, ബുദ്ധി മങ്ങിക്കിടക്കുകയാണ്. പരിശുദ്ധന്മാരിലേക്ക് ആകർഷിക്കുന്നു, പരിശുദ്ധന്മാരിലേക്ക് പോകുന്നു. കന്യാമാതാവിലേക്കും പത്രസൂര്യന്മാരിലേക്കും അങ്ങനെ പരിശുദ്ധന്മാരിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നു. നമുക്കൊരു കാര്യം ഓർക്കാം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അതാണ് ദൈവത്തിൻ്റെ വചനം, ഓർത്തുകൊള്ളുവീൻ. അവിടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം അനുകരിപ്പീൻ. അവരെ ഓർക്കാം. നീതിമാൻ്റെ സ്മരണ അനുഗ്രഹകരമാണ്, നീതിമാൻ്റെ ഓർമ്മ വാഴ്വേറിയത്. ശരിയാണ്. പക്ഷേ ആ ഓർക്കാം, അവരെ സ്മരിക്കാം, അവരെ ബോധപൂർവം സ്മരിക്കാം, അവരുടെ വിശ്വാസം അനുകരിക്കാം. എന്നാൽ ഒരു കാരണവശാലും അവരെ ദൈവമായിട്ട് കണ്ടുപോകരുത്. ദൈവം ഒരുവനേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ. രക്ഷകന്മാർ പലരില്ല. യേശുക്രിസ്തു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ. ഈ ഗൗരവമേറിയ ആഴമേറിയ പരിജ്ഞാനം നമുക്ക് കിട്ടേണ്ട ആവശ്യമാണ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു മാത്രമാണുള്ളത്. യേശുക്രിസ്തു മാത്രമാണ് ക്രൂസിൽ മരിച്ചത്. ക്രൂസിൽ മരിച്ച രക്ഷകനെയാണ് നാം കാണേണ്ടത്. ക്രൂസിൽ മരിച്ച രക്ഷകനെ കണ്ടുകൊണ്ട് അവൻ്റെ കൃപയിൽ നാം ശരണപ്പെട്ടവന് വേണ്ടി നമ്മുടെ ജീവിതം വേർതിരിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധന്മാരിലേക്കുള്ള ആകർഷണം പോകരുത്. മോറൽ വാല്യൂസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവരുടെ വിഷൻ നഷ്ടപ്പെടുത്തി. ദേ ഹാഡ് ലോസ്റ്റ് ദെയർ വിഗർ, ദേ ലോസ്റ്റ് ദെയർ വാല്യൂസ്, ദേ ലോസ്റ്റ് ദെയർ വിഷൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് അല്പം വിപ്ലവകരമായിട്ട് തോന്നിയാൽ പോലും നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് സത്യമാർഗത്തിലേക്ക് മുന്നോട്ട് പോകണം, വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് മുന്നോട്ട് പോകണം, ക്രിസ്തു തെളിച്ചു തന്ന മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോകണം, ക്രൂശിൻ്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോകണം. നിന്ന വഹിച്ച്, എൻ്റെ കർത്താവ് കുരിശിൽ ചുവന്ന് പോയതുപോലെ നിന്ന വഹിച്ച് ആക്ഷേപമേറ്റ് നല്ല വാക്ക് പറയാൻ ആരുമില്ലാതെ എൻ്റെ കർത്താവേ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ എനിക്ക് കിട്ടിയ കുരിശിൽ ചുവന്നുകൊണ്ട് ഞാനും ഇതാ വരുന്നു. ഈ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും, കർത്താവിന് കൃപ പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് ജയജീവിതം നയിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ
മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും തീപിടിപ്പിക്കാൻ തീയായി ഞങ്ങളുടെ ഒത്തിരി എഴുന്നള്ളൊന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുത്തെ രണ്ടാമത്തെ ഒരുണ്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ കർത്താവെ. വിശുദ്ധന്മാർ മാത്രം ചേർന്ന് പറക്കുന്നതായ ആ സ്വർഗീയ അനുഭവത്തിൽ ഞങ്ങളും പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.